അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൺമാസ്കിംഗ് അനോമലീസിൽ നമ്മൾ പലപ്പോഴായി നിരീശ്വരവാദവുമായും ലിബറലിസവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സുഹൃത്ത് വാഫി ഷിഹാദാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. അതേപോലെ തന്നെ പല വിഷയങ്ങൾ യൂത്ത് റിലേറ്റഡ് ആയിട്ട് പല വിഷയങ്ങളിലും ഒരുപാട് ആളുകളെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത്തരം വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ പരിചയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈജിപ്തിലും അതുപോലെ തന്നെ മദീനയിലുമൊക്കെ പഠിച്ച് ഇനി ഖത്തറിലേക്ക് റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകാനിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അൺമാസ്കിംഗ് അനോമലീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. കൂടുതലായിട്ടും ഞങ്ങൾ നിരീശ്വരവാദികളെ ഡിബേറ്റാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ആശയപരമായി അവർ കുറേ പോയിന്റുകൾ കൊണ്ടുവരും, ഞങ്ങൾ തിരിച്ച് മറുപടികൾ പറയും, അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് ഓരോ വ്യക്തികൾക്കും അത്തരത്തിലുള്ള പൊസിഷനിലേക്ക് എത്താൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്ത ആളാണ് താങ്കൾ കൂടുതൽ. നമ്മളും പലപ്പോഴും വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്, പക്ഷേ കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ സൈക്കോളജിക്കലി കൂടി ഡീൽ ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത്, ഇങ്ങനെയുള്ള പലപ്പോഴും ഈ നിരീശ്വരവാദം അല്ലെങ്കിൽ മതം വേണ്ട, ശരിക്കും മതത്തിന് പ്രാധാന്യം വേണോ, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രാധാന്യത്തോടെ മതം ആചരിക്കണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മെൻറ്റാലിറ്റി ഉള്ളവരെ സംസാരിച്ചിട്ടുണ്ടാകും. അതൊക്കെ സംസാരിച്ചപ്പോൾ പൊതുവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു 4-5 കൊല്ലത്തെ ഒബ്സർവേഷൻ ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. ഏത്തിസം ഈസ് നോട്ട് എൻ ഇൻ്റലക്ച്വൽ പൊസിഷൻ, ഇറ്റ് ഈസ് എൻ ഇമോഷണൽ പൊസിഷൻ. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ മനസ്സിലാവും. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐം ടോക്കിംഗ് അബൌട്ട് കോളേജ് സ്റ്റുഡൻസ്. കോളേജിൽ നിന്ന് മേലോട്ടുള്ള ആളുകളാണ് അധികം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുള്ളത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ പെൺകുട്ടികൾ 18 വയസ്സ് മുതൽ മേലുള്ള പെൺകുട്ടികൾ പറയുന്നു, ഇസ്ലാം ഡസൻറ്റ് ഗിവ് മീ സ്പേസ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ എന്താണ് ഭയങ്കര റിജിഡാണ്, ഇറ്റ്സ് അബൌട്ട് ഹറാം ആൻഡ് ഹലാൽ, അതിലെനിക്ക് ഫ്രീഡം ഇല്ല, ഇൻഡിപെൻഡൻസ് ഇല്ല, ഐ എം നോട്ട് ഹാവിങ് ദ ഫ്രീഡം ഓഫ് ചോയ്സ്. അങ്ങനെ കുറേ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരും. പക്ഷേ എവിടെയും വെൻ ദേ സേ ദാറ്റ് ദേ ഹാവ് accepted atheism, എവിടെയും ഇറ്റ് ഡസൻറ്റ് നെഗേറ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും ഇവരായിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലി, ഞാൻ ഓർമ്മയുണ്ട് കൗൺസിലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഐ യൂസ് ടു ഇൻ്റലക്ച്വലി എൻഗേജ് വിത്ത് ദം. ഇപ്പോൾ നമുക്ക് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻറ്റ്, ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻറ്റ്, തിയോളജിയിൽ തന്നെ നമ്മൾ പഠിക്കുന്ന കുറേ ആർഗ്യുമെൻ്റ് ഉണ്ട്. പ്രോബ്ലം ഓഫ് ഈവിൾ പറഞ്ഞു കഴിഞ്ഞാൽ തിയോഡിസി, ഹജ്ജത്ത് ഷർ, ദേ ഹാവ് നോട്ട് ഹേർഡ് എനി ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ സംടൈംസ് പീപ്പിൾ കം ടു മീ ആൻഡ് ആസ്ക് മീ വാട്ട് ഈസ് ദ സയൻറ്റിഫിക് പ്രൂഫ് ഓഫ് ഗോഡ് എന്ന് ചോദിക്കുമ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനം പോലും ഇവർക്ക് അറിയില്ല. ദേ ഡോണ്ട് നോ മെത്തഡോളജിക്കൽ നാച്ചുറലിസം, ദേ ഡോണ്ട് നോ ഫിലോസോഫിക്കൽ നാച്ചുറലിസം. ഇതൊന്നും ഭയങ്കര ഡീപ്പായി ആലോചിച്ചിട്ട് ഇൻ്റലക്ച്വലി എന്താണ് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ടൊന്നല്ലവർ ഈ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അധികം ഇമോഷണലാണ്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുമ്പോൾ എന്താണ് പർദ്ദടാൻ നിർബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ തട്ടടാൻ നിർബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള ചെക്ക് വന്നിട്ട് പറയാണ് എനിക്ക് ഡേറ്റ് ചെയ്യാനുള്ള എന്താണ് സ്പേസ് കിട്ടണില്ല, അല്ലെങ്കിൽ എന്നെ എന്താണ് DJ പാർട്ടിക്ക് വിടുന്നില്ല, രാത്രി കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കും എവിടെ നീ പോയത്, ക്ലബിലേക്കാണോ പോയത്. സോ എ ലോട്ട് ഓഫ് ഇറ്റ് ഈസ് ഇമോഷണൽ. ഭയങ്കര ഇമോഷണലിയാണ് ഇവർ ആർഗ്യുമെൻറ്റ് പറയാം. പുറത്ത് എന്താണ് ഭയങ്കര ഒരു ഇൻ്റലക്ച്വൽ കവർ കൊടുക്കുമെങ്കിലും we see that they don't have any intellectual content in them. ഇത് പലപ്പോഴും നമുക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഏതൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടിലേക്ക് പോയിക്കൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ എത്തീസം അല്ലെങ്കിൽ മതനിരാസം അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ഉള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പൊതുവെ ഏറ്റവും ബേസ് നമ്മൾ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ അത് ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളതിലാണ് എല്ലാം കണക്റ്റഡ് ആയി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ പറയാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഫൈൻ ട്യൂണിങ് പറയാൻ ശ്രമിക്കും. അപ്പോഴൊക്കെ ഈ ഇത്തരത്തിലുള്ള ഈ നമ്മൾ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് നിങ്ങൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ അണ്ടകടാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകൂ എന്നാണ് അവർ പലപ്പോഴും പറയാറുള്ളത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ശരി, ഇതൊരു കൂടുതൽ ഒരു ഇമോഷണൽ പൊസിഷനാണ്, എന്തുകൊണ്ടാണ് അവർ ആ പൊസിഷനിൽ എത്തിയിട്ട് പോലും അവർക്ക് ഒരു റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. ഇപ്പം ഞാനൊരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പൊസിഷനിലേക്ക് ഞാൻ ഇമോഷണലി എത്തിയതായിരിക്കാം, എന്നാലും ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ ഞാൻ ആലോചിക്കൂലേ ശരിക്കും? അത് ശരിക്കും ഇമോഷണാലിറ്റിയുടെ ഒരു വിഷയമാണ്. നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്ന ഒരു ഏരിയയാണ് ഇമോഷണൽ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഇമോഷണാലിറ്റി കൂടിക്കഴിഞ്ഞാൽ റാഷണൽ ഫാക്കൽറ്റി ഓഫ് ദ ബ്രെയിൻ ആക്ച്വലി സ്റ്റാഗ്നേറ്റ്സ്. അതായത് റാഷണലി ചിന്തിക്കാനുള്ള, ലോജിക്കലി ചിന്തിക്കാനുള്ള ഒരു കാര്യത്തെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ലോജിക്കലി ഡെഡ്യൂസ് ചെയ്തിട്ട് ടു റീച്ച് എ കൺക്ലൂഷൻ, അതിനുള്ള പോസിബിലിറ്റിയെ തന്നെ അത് ബാധിക്കും. ഇപ്പോൾ സൈക്കോളജിയിൽ വെൻ വി ലേൺ അബൌട്ട് പീരീഡ്സ്, സ്ത്രീകളുടെ പീരീഡ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഫോളിക്കുലർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, ഈ 2 ഫേസിനെ പറ്റി പഠിക്കുമ്പോൾ ഹോർമോണൽ വേരിയേഷൻസ് ഭയങ്കര കൂടുതൽ കാണും. ഈ ഹോർമോണൽ വേരിയേഷൻ്റെ സമയത്ത് ഇപ്പോൾ മാരിറ്റൽ കൗൺസിലിംഗ് എടുക്കുമ്പോൾ ഞാൻ ആളുകളോട് പറയാറുണ്ട്, കെയർ ഫോർ യുവർ വൈഫ്. അത്
ഇമോഷണലായിട്ട് അവർ കുറേ കാര്യങ്ങൾ പറയും. ഒരിക്കലും നിങ്ങൾ ലോജിക്കലായിട്ട് ഞങ്ങൾ എനിക്ക് ഉറപ്പാണ് ചിലതൊക്കെ പറയും. അത് നിങ്ങൾ മാരേജ് ചെയ്തിട്ടുള്ള ആളാണല്ലോ സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതൊരു ഇമോഷണൽ ഇമ്പൾസിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ലോജിക്കൽ തിങ്കിങ് സാധനം അത് കുറയും. യൂഷ്വലി അത് തന്നെയാണ്. അപ്പോൾ ഇമോഷണലി തിങ്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് കുറേ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻറ്റും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മൈ അപ്രോച്ച് ഇസ് ഡിഫറെൻറ്റ്. ഞാൻ അവരോട് ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം. കാരണം എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി മേ ബി ഷീ വാസ് ഒപ്രസ്ഡ് ഇൻ ഹെർ ഹോം. ചിലപ്പോൾ അവരുടെ കൾച്ചർ ഇറ്റ് വാസ് എ ബിറ്റ് ഒപ്രസീവ്. എനിക്ക് കിട്ടുന്ന കുറേ കേസുകളിൽ വളരെ മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള ഫാദേഴ്സ് ഉണ്ടായിരിക്കും, നാർസിസം ഉള്ള പാരൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഉണ്ടായിരിക്കും. ഇതിങ്ങനെ പ്രഷർ ചെയ്തിട്ട് എന്താണ് ഹിജാബ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ദേ വിൽ ഹാവ് എ റിപ്പൾഷൻ ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമായിട്ട് നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഹിജാബ് വാജിബാണെന്ന് സൂറത്തുൻ നൂറിൽ ഇങ്ങനെ ആയിട്ട് പറയുന്നത് കാര്യമില്ല. അവരോട് പറയേണ്ടത് അണ്ടർസ്റ്റാൻഡ് ദെയർ ഇമോഷൻസ്, ഗിവ് ദം സ്പേസ് ടു എക്സ്പ്രസ് ദംസെൽസ്. ആ ഉള്ളിലുള്ള വേദന അത് വെൻറ്റിലേറ്റ് ചെയ്യുക, അവരെ മനസ്സിലാക്കാനുള്ള ഒരു ഇടം കൊടുക്കുക. അപ്പോൾ യൂഷ്വലി കൗൺസിലിംഗ് വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് റാപ്പോ ഫോർമേഷൻ. നമ്മൾ ആദ്യമായിട്ട് അവരെ മനസ്സിലാക്കുന്നു എന്താണ് എൻ്റെ പ്രശ്നം. നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഒരു സ്പേസ് കൊടുക്കുന്നു. അത് തന്നെ ശരിക്കും കുറേ ആളുകൾക്ക് അത്ഭുതമാണ്. കാരണം സാധാരണ ദെയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ഹിജാബ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥ, നമസ്കാരം നിർത്തിയിട്ടുണ്ടെങ്കിൽ നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കുന്നതിന് മുന്നേ കൗണ്ടർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഐ തിങ്ക് ദാറ്റ് ഇറ്റ്സ് ബെറ്റർ ഫോർ അസ് ടു ഫസ്റ്റ് ലിസൺ ടു ദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആളുകൾ അവരുടെ പ്രശ്നവുമായിട്ട് വരുമ്പോൾ ഒന്ന് കേട്ട് പാതി ആകുന്നതിന് മുന്നേ തിരിച്ച് ഉത്തരം പറയല്ലായിരുന്നു. ഇറ്റ് വാസ് അണ്ടർസ്റ്റാൻഡിങ്. വലീദ് ബിൻ മുഗീറയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻഗേജ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഹദീസ് സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ പറ്റും. ദ പ്രോഫറ്റ് ഹേർഡ് ഹിം കംപ്ലീറ്റ്ലി. അതിനുശേഷം ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. സോ ആർഗ്യുമെൻറ്റേഷൻ ഡെഫിനറ്റ്ലി വർക്ക്സ്. അതിന് റാഷണൽ സൈഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അധിക കേസുകളിലും ഐ തിങ്ക് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദം ഇമോഷണലി. അവരുടെ ഇമോഷണൽ ട്രോമാസിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ആൻസൈറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഇമോഷണൽ പൊസിഷനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അങ്ങനെ വരുമായിട്ട് എൻഗേജ് ചെയ്യുക, എന്നിട്ട് ആ ഇമോഷണൽ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ I think they'll be able to come into a rational sense. കാരണം ഇമോഷൻസ് എന്നുള്ള വെന്റിലേറ്റ് പെടുന്ന ഒരു സാധനമാണ്. വെന്റിലേറ്റ് പെടാത്ത കാലത്തോളം അത് മനസ്സിലിങ്ങനെ അടിഞ്ഞുകൂടി ആ ഒരു ലെൻസിലൂടെ ആയിരിക്കും ഒരു ലോകത്തെ കാണും. സോ ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ഓക്കെ. അപ്പോൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലാണ് ആളുകൾ എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ റൂട്ട് കിടക്കുന്നത് പലപ്പോഴും ഇവരെ ഫാമിലി കൈകാര്യം ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ സമൂഹം കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ ആയിരിക്കും. അപ്പം പലപ്പോഴും പല ആളുകളും വല്ലാതെ പ്രയാസപ്പെട്ട് അത്രയും നല്ലൊരു ദീനി ഫാമിലിയാണ്, എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസമുള്ള ആളുകൾ ഒബ്വിയസ്ലി അവർ അത്രയും ആത്മാർത്ഥമായിട്ട് ആവശ്യത്തെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത്തരത്തിലുള്ള റിയാക്ഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരോട് ഇത്രയും ഒരുപാട് ആളുകളോട് സംസാരിച്ചൊരു അനുഭവം വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നാണ്? കേസ് ടു കേസ് ഡിഫറൻസ് ഒബ്വിയസ്ലി ഉണ്ടാവും, എന്നാലും ഒരു ജനറലായ ഒരു തോട്ട് എന്താണ്? ഓൾറൈറ്റ്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തുനിന്ന് റിയാക്ഷൻ, അതൊക്കെ ശരിക്കും ഇഖ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതായത് മക്കളെ പറ്റി ചിന്തിച്ച്, ഇപ്പോൾ മക്കളെ വളരെ സ്നേഹിക്കുന്നൊരു പാരൻറ്റ് സ്കൂളിൽ എന്താണ് മോൻ വേറൊരാളെ അടിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും റിയാക്ഷൻ വരും. അത് മോനോടുള്ളൊരു മഹബത്താണ്. റൈറ്റ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റൻഷൻ. പക്ഷേ റിയാക്ഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു പ്രോബ്ലംസ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ ജെൻഡർ ഡിസ്ഫോറിയുള്ള 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസാണ്. UK നാട്ടിലേക്ക് അവർ കൗൺസിലിംഗ് കൊണ്ടുവന്നത്. കാരണം അവിടെ NHSൻ്റെ വിഷയം വേറെ കുറേ ഉണ്ട്. അതായത് ചിലപ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ടുപോകുന്ന വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ അവരിൽ ശരിക്കും ആദ്യം ചെയ്തത്, ഈ കുട്ടി വന്നിട്ട് പറയാണ്, 13 വയസ്സുള്ള ആൺകുട്ടി വന്നിട്ട് പറയാണ് ഐ ഫീൽ ലൈക്ക് എ ഗേൾ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എന്താണ് പാരൻസ് അത്ഭുതപ്പെട്ടു. ഭയങ്കര കുട്ടിയാണ് ചീത്ത പറഞ്ഞു. എന്നിട്ട് ഒരു ആർഗ്യുമെൻറ്റേഷൻ പറയുന്നത് കുട്ടിയെ നേരെ എന്താ ഇന്നാ ഈ റൂമിൽ പോയോ ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മൾ കേൾക്കണം. അങ്ങനെ പിന്നെ കുട്ടി അവിടെ ലോക്ക് ഇടാൻ തുടങ്ങി. ഐ വുഡ് സേ ദാറ്റ് ഇറ്റ്സ് വെരി ഡിസ്ട്രക്റ്റീവ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ റിയാക്ഷൻ ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. ഒരു തരത്തിൽ റിയാക്ഷൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അപ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ്. ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്ന് വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഒന്നാമത് അണ്ടർസ്റ്റാൻഡ് ദി ഡൈനാമിക് ഓഫ് ദ പ്രോബ്ലം. കാരണം നമ്മൾ ഈ റിയാക്ഷനൊക്കെ വരുന്നത് എന്താണ്? സൊല്യൂഷൻ കാണാനാണ്. ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അവരോട് ശകാരിച്ചു കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ ആവുമെന്ന് വിചാരിക്കുന്ന പാരൻസ് ഉണ്ട്. അവിടെ സൊല്യൂഷൻ ആവില്ല. ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാണ് ചെയ്യുക. കുട്ടികൾ അവിടെ തുറന്ന് പറയാനുള്ളൊരു അവസരം കൊടുക്കുക. വാട്ട് ആർ ദേ ആക്ച്വലി ഗോയിങ് ത്രൂ? അധിക കുട്ടികളും പാരൻസിനോട് ഈ വിഷയം സംസാരിക്കലേ ഇല്ല. ഒന്ന് പാരൻറ്റിങ്ങിലുള്ള കുറേ വിഷയങ്ങളുണ്ട്, വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ബട്ട് ഹിയർ ദർ ഈസ് നോ സ്പേസ് ഫോർ ദാറ്റ്. ഭയങ്കര ജഡ്ജ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആളുകൾ ബയസ്ഡ് ആയിട്ട് പെട്ടെന്ന് നോക്കും.
അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ കൗണ്ടർ ആർഗ്യുമെൻറ്റേഷൻ ഇവരുടെ ഒരു ഇമോഷണൽ ഡിസ്പോസിഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ലോട്ട് ഓഫ് എയ്ത്തിയിസ്റ്റിക് ആർഗ്യുമെൻറ്റ്സ് എ വെരി ചൈൽഡിഷ്. ഇപ്പോൾ ഈ രവിചന്ദ്രൻ പറയുന്നതാണെങ്കിലും ജബ്ബാർ മാഷ് പറയുന്നതാണെങ്കിലും ജാമിദ് പറയുന്നതാണെങ്കിലും ഹുസൈൻ പറയണത് ആരിഫാണ് ഭയങ്കര ചൈൽഡിഷാണ്. ഇത് പറയുന്ന കുറേ കാര്യങ്ങൾ ബേസിക് കോമൺ സെൻസും കുറച്ച് റിസർച്ചബിലിറ്റി, നമ്മളിപ്പോൾ ഡിസർട്ടേഷൻ ചെയ്യണ അത്ര റിസർച്ചബിലിറ്റി ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഡാറ്റ അനലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മനസ്സിലാവും പൊട്ടത്തരാണ് പറയണമെന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, ഈ ലൈവായിട്ട് എന്നെ ചാജിപ്പിട്ട് ചോദിച്ചിട്ട് സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയും ചൈൽഡിഷ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഒരിക്കലും നമുക്ക് ഇതിനൊരു ഇൻ്റലക്ച്വൽ സാധനമായിട്ടൊന്നും കാണാൻ പറ്റില്ല, റൈറ്റ്? അത്രയും ചൈൽഡിഷാണ്. അതുകൊണ്ടാണ് ഇവർ കുറേ ഇൻസൾട്ടുകൾ ഉപയോഗിക്കുന്നതും കുറേ ചിരിച്ച് കളിപ്പിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് സർക്കസ് ആയിട്ട്. അറിയാം, ഇപ്പോൾ ജബ്ബാറും അതുപോലെ തന്നെ അക്ബർ സാഹിബും തമ്മിലുള്ള ആ സംഭവം നോക്കി കഴിഞ്ഞാൽ ജബ്ബാർ ഭയങ്കര ചിരിപ്പിച്ച് എന്താണ് ഒരു കോമാളിത്തരം കാണിച്ച് കുറേ വെള്ളം കുടിച്ചും ചെയ്തു കാര്യം. പക്ഷെ അതിൽ അങ്ങനെ തന്നെ അവർ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതൊക്കെ ഒരു കവർപ്പാണ്. ഇൻ്റലക്ച്വാലിറ്റി ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കവർപ്പൊക്കെ ചെയ്യേണ്ടി വരുന്നത്. നിയോ എത്തിയിസ്റ്റുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് കണ്ടോ? പണ്ട് കാലത്തെ ഒരു 60s-ലും 70s-ലുള്ള എത്തിയിസ്റ്റുകൾ, നമ്മൾ ബേർട്ടൺ റസൽ പോലെ ആളുകൾ, ദർ ഇസ് സം ഇന്റലക്ച്വൽ കോൺവെർസേഷൻസ് ദാറ്റ് വി ക്യാൻ ഹാവ്. ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ട്. കേരളത്തിൽ നമുക്കത് കാണാൻ പറ്റും. മംകൂർ സാഹിബും കലാനാഥനും ഒക്കെ തമ്മിലുള്ള ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ഇപ്പോഴുള്ള എത്തിയിസ്റ്റുകൾ ഇവരെന്നെയാണോ എന്നുള്ളത് സംശയിച്ചു. ശരിക്കും അത്ഭുതമാണ്. ചൈൽഡിഷ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇവർക്ക് എന്തോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടോ ഇനി? ചില ആളുകൾ ഇങ്ങനെ സിംറ്റമാറ്റിക്കൽ, നമ്മൾ DSM-ൽ ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ സൈക്കോളജിയിൽ we have symptoms for personality disorders, narcissistic personality disorder, psychopathic personality disorder. ഇതൊക്കെ ശരിക്കും ഇവർക്ക് ഉണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അത്രയ്ക്കും ടോക്സിക് ആണ്, അത്രയും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് നുണ പറയാണ്. ഇപ്പോൾ ജബ്ബാറിൻ്റെ ഖുറാൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സുബ്ഹാനല്ലാഹ് ഫിൽഡ് വിത്ത് ലൈസ്. അപ്പോൾ അത്രയും ചൈൽഡിഷാണ് സംഭവം. ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇൻ്റലക്ച്വലി എത്ര കൂടുതൽ എൻഗേജ് ചെയ്യാനില്ല. ഓൾമോസ്റ്റ് ഒരു ടൈം വേസ്റ്റ് പോലെയൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇപ്പോൾ നിങ്ങളെ ക്ഷമ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇവരൊക്കെ ക്ഷമിച്ച് നിൽക്കാൻ തന്നെ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ കുട്ടികളോട് ഇങ്ങനെ വരുമ്പോൾ അവർക്ക് വി ഗിവ് ദം സ്പേസ് സോ ദാറ്റ് ദേ ക്യാൻ എക്സ്പ്രസ് ദംസെൽവ്സ്. ആ വെന്റിലേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ സപ്രസ് ആയി അവിടെ കിടക്കും. നമ്മൾ എത്രത്തോളം ഇൻ്റലക്ച്വൽ എൻഗേജ് ചെയ്യുന്നതിനാലും കാര്യമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കോട്ടക്കൽ, ഞാൻ കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയണില്ല, കാരണം ഇറ്റ്സ് സപ്പോസ് ടു ബി കോൺഫിഡൻഷ്യൽ. സൈക്കോളജി കൗൺസിലിംഗ് കേസുകൾ കോൺഫിഡൻഷ്യലാണ്. ദാറ്റ്സ് നമ്പർ 1 പ്രോട്ടോകോൾ. അമാനത്തും കൂടിയാണല്ലോ. അപ്പോൾ ഇൻ ദിസ് സ്പെസിഫിക് പ്ലേസ് ഒരു ആൾ കോളേജ് പഠിക്കുന്നൊരു വിദ്യാർത്ഥി കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ അവന് നിരീശ്വരവാദത്തിലേക്ക് കടന്നു. മുസ്ലിമായിരുന്നു, എക്സ് മുസ്ലിമാണ്. എന്നെ ഫുൾ ഇങ്ങനെയുള്ള ആളുകളെ കേൾക്കുന്ന ഒരു ചങ്ങയാണ്. ജബ്ബാറിനെയും അതുപോലെ തന്നെ രവിചന്ദ്രനെയും, പിന്നെ ഇതിൽ ഇംഗ്ലീഷിലുള്ള കോസ്മോ സ്കെപ്റ്റിക്കും, അത് പിന്നെ ആക്ടർ പോളിറ്റിക്സ് ഇപ്പോൾ മാറി. ഡേവിഡ് വുഡ് സൈക്കോപാത്താണ്, വേറെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിരന്തരം ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവനായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പോയി. കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ സംസാരിച്ചു. അവന് പറഞ്ഞ ഓരോ വാദങ്ങളും, ഇപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ വയസ്സ് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ അൽഹംദുലില്ലാഹ് ദി ഇഷ്യൂ ഈസ് സോൾവ്ഡ് എന്ന് പറയും. പക്ഷെ അത് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് ഡയറക്റ്റ് ചാടുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രിസണേഴ്സ് ഓഫ് വാർ, സെക്ഷൽ അബ്യൂസ്, അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂ. അത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോൾ അടുത്ത ചോദ്യം സ്ലേവർ ഇൻ ഇസ്ലാം. അത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോൾ തിയോഡിസി, പ്രോബ്ലം ഓഫ് ഫ്യൂൽ, അത് ക്ലാരിഫൈ ചെയ്തെടുത്തപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോഡ് ഇസ്ലാമിൽ പറയുന്നത് അള്ളാഹു ഇങ്ങനെയാണ്, ഇമോഷൻസ് ഓഫ് ഗോഡ് അങ്ങനെയുണ്ടോ. പിന്നെ ജബ്ബാർ പറഞ്ഞ കുറേ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ, രവിചന്ദ്രൻ സാധാരണ കോട്ട് ചെയ്യാറുള്ള സാധനങ്ങൾ അച്ചടിച്ച് പറയുന്നത്, കോപ്പി പേസ്റ്റ് പറയണ പോലെ അങ്ങനെ ജമ്പിയാണ്. പിന്നെ അവസാനം ഈ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ഡു യു ഹാവ് വാട്ട് ഈസ് ദി സയൻറ്റിഫിക് പ്രൂഫ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ആ സയൻസ് എന്താണ്, അങ്ങനെ ഡീപ്പായി നമ്മൾ കുറേ നേരം ചർച്ച ചെയ്തു. എന്നിട്ട് ഞാൻ അവസാനം അവനോട് ചോദിച്ചു, അതായത് ഇപ്പോൾ ഈ ഓൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ക്ലാരിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിനും കൗണ്ടർ ആർഗ്യുമെൻറ്റ്സും റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദ മാറ്റർ ഇസ് ക്ലിയർഡ്. ഫൈനലി അവിടെ കറക്റ്റായിട്ട് ബ്ലോക്ക് കണ്ടപ്പോൾ ഐ ആസ്ക്ഡ് ഹിം, ഇഫ് ഗോഡ് ഡിഡ് എക്സിസ്റ്റ് വുഡ് യു അക്സെപ്റ്റ് ഹിം? ഓർമ്മയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുബ്ഹാനല്ലാഹ്, ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ ഫീൽ ബാഡ് ഫോർ ഹിം. അതായത് അവൻ്റെ അനിയത്തി പാരലൈസ്ഡ് ആണ്, ഷീസ് പാരലൈസ്ഡ്. അപ്പോൾ ചെറുപ്പം മുതൽ അവന് കണ്ടിട്ട് അവൻ്റെ ഉള്ളിലുള്ള ചോദ്യമുണ്ട്, വാട്ട് ഡിഡ് ഷീ ഡിസേർവ് ടു ബി പാരലൈസ്ഡ്? കുട്ടിയോടുള്ള അനിയത്തിയോടുള്ള സ്നേഹം അവൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് അവൻ ഈ നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ ചാനൽ ചെയ്യുന്നത് ഗോഡ് ഡിഡ് ദാറ്റ്, ഗോഡ് ഡിഡ് ദിസ്, എൻ്റെ അനിയത്തി ഇങ്ങനെ. അപ്പോൾ ശരിക്കും ഏത്തിസ്റ്റ് എന്നുള്ള ആ സംബന്ധിച്ചുള്ള ചോദ്യം ഉണ്ടാകാൻ പാടില്ല, ഗോഡ് ഡസൻറ്റ് എക്സിസ്റ്റ്, റൈറ്റ്? പക്ഷേ ഇതൊക്കെ എന്താണ് ഗോഡ് എന്നുള്ള സാധനമായിട്ട്. പിന്നെ അതും എന്താണ് അള്ളാഹു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജബ്ബാറിൻ്റെ രവിചന്ദ്രനൊക്കെ കേൾക്കുമ്പോൾ ദാറ്റ് തോട്ട് ഈസ് റീഇൻഫോഴ്സ്ഡ്. ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് അവൻ്റെ ഹൃദയത്തിൽ മൈൻഡിൽ നടക്കുന്നു സബ് കോൺഷ്യസ്ലി.
സോ ഇതാണ് യഥാർത്ഥത്തിൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ആളുകളുണ്ട് കേട്ടോ, കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻ്റ് എന്നുള്ള പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് മനസ്സിലങ്ങനെ തോന്നലുകൾ ഉണ്ടാകുന്നു, എന്നിട്ട് നെറ്റിൽ പോയിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ സാധനങ്ങൾ കേൾക്കുമ്പോൾ റീഇൻഫോഴ്സ്ഡ് ആകാണ്, ശരിക്കും ബ്രെയിൻ വാഷിംഗ് കാണുന്നതൊക്കെ അതിനുള്ള തെളിവുകളായിട്ട് തോന്നുന്നു. എക്സാക്ട്ലി. അതും കൂടുതൽ ഇവർ റിസർച്ച് ചെയ്യുന്നില്ല, അത് കൺഫർമേഷൻ ബയസാണ്. സൈക്കോളജിയിലെ സംഭവമാണ്. ലൈക്ക് യു തിങ്ക് അബൌട്ട് സംതിങ് ആൻഡ് യു നോ സെർച്ച് ഫോർ സെർച്ച് റിഗാർഡിങ് ഇറ്റ് ആൻഡ് യു സീ തിങ്സ് ദാറ്റ് കൺഫേം യുവർ തിയറി. അത് കൺഫേം ചെയ്യാത്ത തിയറികൾ വേറെ ഉണ്ടെങ്കിലും യുൽ നോട്ട് ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ അത് കോമൺ ആയിട്ട് സൈക്കോളജിയിൽ മെത്തഡോളജിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. എനിവേ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഡിസ്കഷൻ. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് എ മിസോത്തീസ്റ്റ്. ഇഫ് ഗോഡ് ഡിഡ് എക്സിസ്റ്റ് ഐ ഹേറ്റ് ഹിം എന്ന് പറയുന്നൊരു പൊസിഷൻ ഉണ്ട്. ഭംഗിയായിട്ട് ഹംസ സോർസസ് അദ്ദേഹത്തിൻ്റെ ഡിവൈൻ റിയാലിറ്റി പുസ്തകത്തിൽ ഈവൻ ദി സ്റ്റാർട്ടിംഗ് ചാപ്റ്റേഴ്സ് ഹി എക്സ്പ്ലെയിൻസ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഏരിയക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം വി ഫോക്കസ് ഓൺ ഇറ്റ്. ഇവർക്ക് ശരിക്കും ഇൻ്റലക്ച്വൽ ആർഗ്യുമെൻറ്റ് ചെയ്യേണ്ട ആളുകളുണ്ട്, അൽഹംദുലില്ലാ, അത് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യണം. അത് വളരെ സിൻസിയറായിട്ട് വരുന്ന ആളുകളുണ്ട്. ബാക്കി കുറേ ആളുകൾക്ക് ശരിക്കും വേണ്ടത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ്. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഇതിൽ അത് പലപ്പോഴും ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന കുറച്ച് ആൾക്കാരാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. ഒരേ പാറ്റേൺ അതിങ്ങനെ പോകുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഓക്കെ, അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമുക്ക് പൊതുവേ നമ്മൾ വിശ്വസിക്കുന്ന ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ പൊസിഷനോടൊരു സംശയം തോന്നേണ്ടതല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല ആളുകളുടെ ഒരു ഇതെന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ അതായത് അവർക്ക് അറബിയൻ അറിയണ്ടാവില്ല, എന്നാലും അറബിയിലൊരു ഗ്രന്ഥത്തിൽ അവരാണ് പണ്ഡിതന്മാർ. ആ രൂപത്തിൽ ആ ഒരു അതോറിറ്റിയിൽ വിശ്വസിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ ഒരു വിശ്വാസം ഒഴിവാക്കാൻ പോലും പല ആളുകൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പലപ്പോഴും ഇവർ പറയുന്ന 1, 2, 3, 4 നമ്മളിപ്പോൾ ഒരു നുണ സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസൊക്കെ ഉണ്ട്, അതിൽ 10-25 നുണകൾ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇത്രയും നുണകൾ പറയുന്നതും അതേപോലെ തന്നെ അവർ കൊണ്ടുവന്ന ആർഗ്യുമെൻ്റ് ഈ രൂപത്തിൽ ചൈൽഡിഷ് ആണെന്നൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന ഒരു ചോദ്യമോ എന്നൊരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ തോന്നേണ്ടതല്ലേ. പക്ഷെ ഈ ആളുകൾ ഈ പറഞ്ഞ പോലെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ സാധനം പൊളിഞ്ഞല്ലോ എന്നൊരു ചിന്ത പോലും അവർക്ക് ഉണ്ടാവുന്നില്ല. അത് പലപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റാഷണൽ സംഭവമല്ല. റാഷണലി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഈ ആർഗ്യുമെൻറ്റിൽ ഇറ്റ് ഹാസ് ദീസ് മച്ച് ടെനൻസ്. ഈ ടെനൻസിൽ ഇന്ന ടെനൻറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ കൺക്ലൂഷൻ ഈസ് ഫോൾസ്. ആ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് തീരെ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഫുൾ ഇമോഷണലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൽ വേറെ കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് ഓപ്പൺസ് എ ലോട്ട് ഓഫ് ഡോർസ്. വാട്ട് കൈൻഡ് ഓഫ് ഡോർസ്? ഫാഹിഷത്തിനുള്ള, ഡിസയേഴ്സിനുള്ള ഡോറുകൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നോർത്തിൽ കഴിഞ്ഞ റമദാനിനാണ് ഞാൻ അങ്ങോട്ട് പോയത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഐ എൻഗേജ് വിത്ത് എ ഫ്യൂ പീപ്പിൾ. അതിൽ ഒരാളുണ്ട്, അവനിങ്ങനെ പേഴ്സണലി സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. സിമിലറായിട്ട് ഏത്യസത്തിലേക്ക് പോയൊരു കേസാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ആർഗ്യുമെൻറ്റേഷൻ വെച്ചിട്ട്, അന്നും ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് മോഡലായിരുന്നു. അന്ന് വി ഗിവ് ദം സൊല്യൂഷൻ. നമ്മളിങ്ങനെ ലൈക്ക് വി ആർ വെൽ പ്രെപ്ഡ് ഫോർ ഇറ്റ്, ഖുർആൻ ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ ഇങ്ങനെ പറഞ്ഞു പോലും. അപ്പോൾ ഉള്ളിലിങ്ങനെ അവന് ഇസ്ലാമാണ് ശരി എന്നുള്ള റാഷണലി അവന് ഏകദേശമൊക്കെ അറിയാം. പക്ഷെ എന്താ വിട്ടു പോരാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്, അവൻ്റെ ഏത്തിസ്റ്റ് പൊസിഷൻ വിട്ടു പോരാൻ ബുദ്ധിമുട്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഹി ലിവ്സ് ഇൻ എ ഹൈലി ലിബറൽ ക്യാമ്പസ്. ആ ലിബറൽ ക്യാമ്പസിൽ ഓനുള്ള അവസരങ്ങൾ, ഡേറ്റിംഗ്, DJ പാർട്ടികൾക്ക് ആരോടും ഒന്നും പറയണ്ട, ആൽക്കഹോൾ ഉപയോഗിക്കാം, കഞ്ചാവ് ഉപയോഗിക്കാം, ഇങ്ങനെ കുറേ ഫാഹിഷത്തിൻ്റെ എല്ലാ ഡോറുകളും ഓപ്പൺ. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എൻ ഒബ്ജക്റ്റീവ് ഫ്രെയിംവർക്ക് ഫോർ മൊറാലിറ്റി. അവിടെ വീക്കെൻഡ്സിൽ കുട്ടികൾ ഗോവയിലേക്ക് പോകുമ്പോൾ ഹി ക്യാൻ ഗോ വിത്ത് ദം, റൈറ്റ്. ഓന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുറേ പ്ലഷറുകളുണ്ട്. ആ പ്ലഷർ കാരണം അവൻ്റെ ജീവിതം ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ്. പൊണോഗ്രഫി അഡിക്ഷനായിട്ട് നോ അറ്റൻഷൻ, ഭയങ്കര വേറെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ജസ്റ്റ് ഡിസ്ട്രോയ്സ് ദ ബ്രെയിൻ. കുറേ MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് സ്കാനുകളുണ്ട്, PET, പോസിറ്റീവ് എമിഷൻ ടൊമോഗ്രഫി സ്കാനുകളുണ്ട്, അങ്ങനെ കുറേ സ്കാനുകളുണ്ട്. ഈ പൊണോഗ്രഫി അഡിക്റ്റുകളുടെ ബ്രെയിൻ ഈസ് ബേസിക്കലി ഫ്രൈഡ്, റൈറ്റ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡോപ്പമിൻ അഡിക്ഷൻ അവനുണ്ട്. അപ്പോൾ ഏതിസം കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, അതായത് ഈ വളരെ ടെമ്പററി പ്ലഷറും അങ്ങനെയുള്ള കുറേ സാധനങ്ങളും അതിൻ്റെ മേലെ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഈ ജനറലി ഏത്തിസ്റ്റുകൾ പുറത്ത് കാണിക്കുന്ന അഡ്വർടൈസ് ചെയ്യുന്നൊരു ചിത്രമുണ്ട്. ഫ്രീ തിങ്കേഴ്സ്, നമ്മൾ ഫ്രീ ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, ചട്ടക്കൂടിനുള്ളിലില്ലാത്ത ആളുകളാണ്, നമ്മൾ പറവകളെ പോലെ പറക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു ഇമോഷണൽ ഐഡൻറ്റിറ്റി അവിടെ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇത് വിട്ടു പോരാനുള്ള ഒരു ഇഷ്യൂ കൂടിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഇത് റാഷണലി ഓക്കെ ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞിട്ടും ദേ നോട്ട് ഏബിൾ ടു കം ടു ഇറ്റ്. അത് നമ്മൾ ഹദീസുകൾ പഠിക്കുമ്പോൾ ഇപ്പോൾ സ്വഹാബിമാർ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതിൽ നമ്മൾ ലേറ്റർ ഓൺ
അപ്പോൾ അതിനുശേഷം സലഫുകൾ ചാബിയങ്ങൾ ഒക്കെ ഓർമ്മയുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ദി എക്സാക്ട് റെഫറൻസ്. പക്ഷേ ചില ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവാണ് ഇലാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ്, അതറിഞ്ഞിട്ടും ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അത് ഇറ്റ് വാസ് ആക്ച്വലി ഇമോഷണൽ ഇഷ്യൂ. അത് റാഷണലായിട്ട് ഇറ്റ് ഈസ് പ്രൂവ് ടു ദം. മുഅ്ജിസത്തുകൾ കണ്ടിട്ടുള്ള ആളുകൾ അത് വരാൻ കഴിഞ്ഞിട്ടില്ല. അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ദേ ഹാവ് സീൻ മിറക്കിൾസ് വിത്ത് ദെയർ ഓൺ ഐസ്, ബട്ട് ദേ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഓവർകം. അത് ഇമോഷണലായിട്ട് അവരെ പിടിച്ചു നിർത്തുന്ന കുറേ കാര്യങ്ങൾ, അതിലൊന്നായിരിക്കാം ഡിസയേഴ്സ്, ട്രോമകൾ, അവരുടെ ഉള്ളിലുള്ള ഇമോഷണൽ ആൻസൈറ്റികൾ. പക്ഷേ അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയ കുറേ ഡ്രിൽ ചെയ്ത് കയറ്റിയുള്ള കുറേ സാധനങ്ങളുണ്ട്. സോഷ്യൽ സിറ്റുവേഷൻസ്. അതെ അതെ, എക്സാക്ട്ലി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എനിവേ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഇത്തരത്തിലുള്ള ഓരോ ഇഷ്യൂസും അതിനെ കൈകാര്യം ചെയ്ത രീതികളൊക്കെ ഇനിയും അടുത്ത വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാം.